ഹലോ ഗൈസ്, ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടും വന്നേ. പക്ഷേ എനിക്ക് ഷോർട്ട് വീഡിയോ ഇടാൻ പറ്റില്ല ഗൈസ്. ഞാൻ ചില വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയാനായിട്ടിട്ട് വീഡിയോ ഇടുന്നത് എന്താണെന്ന് വിചാരിക്കരുത്. എനിക്ക് ഷോർട്ട് വീഡിയോ ഇടാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ എൻ്റെ ക്യാമറ ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ ക്യാൻഡ് ഓപ്പൺ QR ക്യാമറ അങ്ങനെ എന്തോ കാണിച്ചിട്ട് വന്നില്ല എനിക്ക്. എൻ്റെ ഈ ഫോണിൻ്റെ ക്യാമറ അടിച്ച് ചോദിക്കണം, അതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഇന്നൊരു വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ വീഡിയോയിൽ ഞാൻ പറയണ ഒന്നുമേ കേട്ടിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് അത്ര എഡിറ്റിംഗ് ഒന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡറാണ് ചെയ്യണത്. അതുകൊണ്ട് ഞാൻ ഇട്ടപ്പോൾ അന്നൊരു ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അറിയാണ്ട് മൈക്ക് ഓഫാക്കി കളഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പം പറയണില്ലേ, അത് നിങ്ങൾക്ക് ഇപ്പം പറയണ കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ ഗൈസ്? ഞാൻ ഇപ്പോൾ പറയണ കാര്യം നിങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കുക. അതാണ് അവിടെ സംഭവിച്ചത് ആ വീഡിയോയിൽ. അത് ഞാൻ ഓഫാക്കിയിട്ടേച്ച ആ കാര്യത്തിൽ. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോയിലൊന്നും കേൾക്കാതെ ഇങ്ങനെ വെറുതെ വീഡിയോ ഇട്ടേക്കണം. ഗൈസ്, ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ലായിരുന്നു. ഡിലേ ആയിരുന്നു. എനിക്ക് കുറച്ച് തിരക്കം ഉണ്ടായിരുന്നു. പരീക്ഷേൻ്റെ തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ പരീക്ഷയ്ക്ക് ഞാൻ കയറിയെന്ന് തോന്നണു, എനിക്കറിയില്ല. പിന്നെ കുറച്ച് വേറെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചധികം ഈ ആഴ്ചയിൽ കുറച്ചധികം പഠിക്കാനൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ചിലപ്പോൾ ഈ ശനി ഞായറും ഞാൻ ഉണ്ടാവില്ല. കാരണം ഈ ശനി ഞായറിലും കുറച്ച് വർക്കൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോൾ വീഡിയോ ഇടണോ അപ്പം മാത്രമേ ഞാൻ ഫ്രീ ഫയർ കയറത്തുള്ളൂ. ഞാൻ ഇത്ര ദിവസം ഫ്രീ ഫയർ കയറിയിട്ടില്ല. പിന്നെ ഞാൻ പിന്നെ അതുകൊണ്ട് ഇത്തിരിയേറെ ഫോൺ കാണാൻ വേണ്ടി ഞാൻ ഇത്തിരിയേറെ ഫോൺ എടുത്തപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്തിട്ട് കുറച്ച് വീഡിയോസൊക്കെ. അപ്പോൾ ഗൈസ്, ഞാനൊരു ചെറിയ കാര്യം പറയാൻ വന്നായിരുന്നു. അപ്പോൾ ശരി, ബൈ ഗൈസ്.